തലശ്ശേരി കണ്ണൂർ റൂട്ടിൽ നടാലിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ഈ ആവശ്യം ഉന്നയിച്ച് ഈ മാസം 5-ന് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ വീണ്ടും പണിമുടക്കും. കണ്ണൂർ തലശ്ശേരി റൂട്ടിലെ ബസ്സുകൾ അന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് ഓട്ടം നിർത്തിവെക്കാനാണ് സംഘടനാ തീരുമാനമെന്നും ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മളൊരു അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്, അതിലൂടെ സുഖമായി നിങ്ങൾക്ക് ബസ് കടന്നു പോകാമെന്ന്. ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബസ്സുകൾ അങ്ങോട്ട് കടന്നു പോകാമെന്നുള്ള ഉദ്ദേശം മാത്രമേ. അങ്ങനെ ഊർപ്പശിക്കാവിൽ അണ്ടർ ബ്രിഡ്ജ് നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ സ്പോട്ടിൽ പോവുകയും NHAI അധികൃതരുടെ ഇടയിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ടോപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഇങ്ങനെ അവിടെ ബൈപ്പാസിലൂടെ ആ ചെറിയ അണ്ടർപാസിലൂടെ വലിയ വാഹനങ്ങളായ ബസ്സുകൾ കടന്നു പോലെ അതൊക്കെ കടന്നു പോകാനുള്ള സൗകര്യം നമ്മൾ നിർമ്മിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ് പോകില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. നമ്മളൊരു ബസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കടത്തി പോകാവുന്ന സമയത്ത് ആ ബസ് അവിടെ തട്ടാനിടയിലുകൊണ്ട് ബസ് കടന്നു പോയില്ല. അതെല്ലാം പോയിക്കോളും പിടിക്കും പറയാമെന്നല്ലാതെ പിന്നെ ഇവർ ഓരോ ചർച്ചയിൽ അതും മന്ത്രി, ജനപ്രതിനിധികൾ, ഞങ്ങളെല്ലാം അടങ്ങിയ ചർച്ചയിൽ ഇതിനൊരു പരിഹാരം നമ്മൾ ഉണ്ടാക്കിത്തരും. ഒന്നിക്ക് അടുത്ത ഊർപ്പശിക്കാവിൻ്റെ അണ്ടർപാസ് നമ്മൾ മാറ്റിപ്പണിത് തരും, അല്ലെങ്കിൽ OKP സ്കൂളിൻ്റെ അടുത്ത് പുതിയ അണ്ടർപാസ് നിർമ്മിക്കുമെന്ന് ഞങ്ങൾക്കല്ല, ബഹുമാനപ്പെട്ട മന്ത്രി, അതുപോലെ കലക്ടർ, ADM, SP, RTO, മറ്റ് ജനപ്രതിനിധികളെല്ലാം അടങ്ങിയ കലക്ടറിലെ ചർച്ചയിലാണ് അവർ ഇതിനൊരു പരിഹാരം നമ്മൾ എത്ര ഉണ്ടാക്കുമെന്ന് പറയുകയും ആ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപാട് അവരോട് അന്വേഷിക്കുന്ന സമയത്ത് അത് തൽക്കാലം നടക്കില്ല എന്ന് പറയും. വീണ്ടും ഞങ്ങളൊരു അനിശ്ചിതകാല സമരം, ഞങ്ങൾ ഇതിപ്പോൾ 2.5 കൊല്ലത്ത് കൊണ്ട് 2-3 സമരങ്ങൾ നടത്തി, സൂചനാ സമരങ്ങൾ നടത്തി, കുറേ ധർണകൾ നടത്തി. ജനപ്രതിനിധികൾ മറ്റുള്ള എല്ലാവരും ഉള്ള ഒരു ചർച്ചയിൽ അവർ നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ എന്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും അതുപോലെ ചെയ്യാമെന്ന് അവർ ഏൽക്കുകയും പിന്നീട് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റിൽ നമ്മളിപ്പം ഒരു സമരമുഖത്തായില്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 28-ാം തീയതി ഒരു റൂട്ടിലോടുന്ന ബസ്സുകൾ അനിശ്ചിതകാല സമരവും അനുഭാവ സൂചകമായി ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അന്ന് മന്ത്രിക്ക് അസൗകര്യമില്ലാത്തതുകൊണ്ട് ആ 24-ാം തീയതിത്തെ ചർച്ച നടന്നില്ല. അപ്പോൾ പിന്നീട് ചർച്ചക്കോ മറ്റുള്ളവോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ട അധികൃതരോ ഞങ്ങളെ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബസ് നിർത്തിവെക്കൽ സമരം അത് ജനങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്, അതുപോലെ നമുക്കും വളരെ സാമ്പത്തികമായി വളരെ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷെ മറ്റു മാർഗം ഇല്ലാത്തതിനാൽ ഞങ്ങൾ ഈ വരുന്ന 5-ാം തീയതി മുതൽ അതുവഴി ഓടുന്ന ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് ബസ് നിർത്തി വെക്കുവാനും അതേപോലെ തന്നെ അനുഭാവ സൂചകമായിട്ട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം സർവീസ് നിർത്തി വെക്കാനാണ് തീരുമാനിച്ചത്. എന്നിട്ടും പ്രശ്നം പരിഹാരമായില്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത്, PK പവിത്രൻ, K വിജയൻ, TM സുധാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡ്കോ, ദി നെറ്റ് സോഫ്റ്റ്വെയർ പാർക്ക്, താണ, കണ്ണൂർ.